അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ തേഴ്സ്ഡേ അവസാനിക്കുകയാണ്. വളരെ സ്ലോ, കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു തേഴ്സ്ഡേ ആയിരുന്നു. ഐ ആം വെരി ഹാപ്പി ആൻഡ് പ്രൗഡ് ഓഫ് മൈ സെൽഫ്. കാരണം ഈ ആഴ്ച ബിഗിൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എന്നും ഞാൻ ജോലിക്ക് പോകുമെന്ന്. അങ്ങനെ തേഴ്സ്ഡേ ആയി, ഇനി രണ്ട് ദിവസം കൂടി ജോലിക്ക് പോയാൽ മതി. ഐ എം പ്രൗഡ് ഓഫ് യു അഞ്ജലി. യു ആർ ടേക്കിംഗ് തിങ്സ് വെരി ഈസിലി, വെരി എന്താ പറയുക, കറക്റ്റ് വേർഡ് പറഞ്ഞല്ലോ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സാധനങ്ങൾ ചെയ്യുന്നത്. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എൻ്റെ വീഡിയോ കണ്ടതിൽ ഒത്തിരി 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 നന്ദിയുണ്ട് കേട്ടോ. ഒത്തിരി സന്തോഷം. ഒത്തിരി ആളുകൾ എന്നെ നേരിട്ട് കാണുമ്പോൾ പറയുന്നത്, ആളുകൾ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ക്ലോസസ്റ്റ് ഫ്രണ്ട്സിനോ എന്നെ എൻകറേജ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് പറയുമ്പോഴും ഓരോരോ അഭിപ്രായങ്ങൾ പറയുമ്പോഴും ഞാൻ നല്ലതായിട്ട് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര മോട്ടിവേഷനാണ് കേട്ടോ. ഇന്നത്തെ ദിവസം നല്ല ഒരു സോഡാ നാരങ്ങ വെള്ളത്തിലാണ് നമ്മൾ തീർക്കാൻ പോകുന്നത്. നല്ല പഴുത്ത നാരങ്ങയും ഇച്ചിരി ഉപ്പുകൂടി ഇട്ടിട്ട് നല്ല കാനഡയുടെ ക്ലബ് സോഡ ഒഴിച്ച്, എന്നാ ഒരു ടേസ്റ്റ് എന്ന് പറയാം. അത് കുടിക്കുമ്പോൾ എന്നൊരു ഒച്ചയ്ക്കും. അങ്ങനെ സോഡ നാരങ്ങളും റെഡിയാക്കി ഞാൻ എൻ്റെ ജേർണലിങ്ങിന് വേണ്ടി ഇരുന്നു കേട്ടോ. എന്നും രാവിലെയോ വൈകുന്നേരമോ ഒന്ന് വീതം 2 നേരം എന്ന് പറഞ്ഞ പോലെയാണ്. അല്ലെങ്കിൽ 2 നേരം ഓരോന്ന് പറഞ്ഞത്, 2 എന്തെങ്കിലും ആവട്ടെ, ഞാൻ ജേർണൽ ചെയ്യും. ജേർണലിങ് എൻ്റെ ജീവിതത്തിൻ്റെ പാർട്ടായിട്ട് വർഷങ്ങളോളമായി. ജേർണലിങ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ മൈ ലൈഫ്. ഒരു കാര്യം ചെയ്യുമ്പം അതിനെക്കുറിച്ച് പല പല ഡിസിഷൻസ് നമ്മുടെ മനസ്സിൽ വരും അല്ലേ? അവർ തോട്ട്സ് ക്രിയേറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ തോട്ട്സിനെ കറക്റ്റ് ആംഗിളിൽ സെറ്റ് ചെയ്ത് നല്ല ഒരു ഷോട്ട് സെറ്റ് ചെയ്ത് നമ്മുടെ ലൈഫിലോട്ട് ബ്രിങ് ഇൻ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ.
നമ്മൾ വീട് പണിയുമ്പോൾ ചുമ്മാ ഒരു വീട് പണിയാണോ? അത് പ്ലാൻ വരച്ച് കണക്കുകൾ എഴുതി ബഡ്ജറ്റ് ചെയ്ത് എല്ലാം അങ്ങനെ ഓരോരോ പ്രക്രിയയിലൂടെയല്ലേ, ഒരു പ്രോസസ്സിലൂടെയല്ലേ നമ്മൾ വീട് പണിയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം ബിൽഡ് ചെയ്യുമ്പോൾ. ഐ ലൈക്ക് ടു ഓർഗനൈസ്, പ്ലാൻ ആൻഡ് ബി അലേർട്ട് ഓഫ് വാട്ട്സ് ഗോയിങ് ഓൺ ഇൻ മൈ ലൈഫ്. അത് 100% എന്നെ കൊണ്ട് സാധിക്കും സാധിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ 100% ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. അത് ചെയ്തെങ്കിൽ ഞാൻ ഇപ്പൊ ഒരു 1 million സബ്സ്ക്രൈബർ ഓണർ ആയേനെ. പക്ഷെ ഞാൻ ഇപ്പോഴല്ല, പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടല്ലോ. എനിക്കറിയാം 1 million സബ്സ്ക്രൈബേഴ്സ് വളരെ സൂൺ തന്നെ അടിക്കുമെന്ന് അറിയാം. വേറെ ഒന്നിനല്ല, ഐ വോണ്ട് ടു ബിക്കം എ മോട്ടിവേറ്റർ. ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആവണമെന്നാണ് പണ്ട് തൊട്ടേ എൻ്റെ ആഗ്രഹം. ദാറ്റ്സ് മൈ ഹോൾ ഗോൾ. അതിനു വേണ്ടിയുള്ള പ്രയത്നങ്ങളാണ് കേട്ടോ. ഈ ഒരു വർഷം 2025 വാസ് ബീൻ എ ഗോൾഡൻ ഇയർ ഫോർ മീ. ഞാൻ വർഷങ്ങളായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ ജേണൽ ചെയ്ത എല്ലാ കാര്യങ്ങളും ഈ വർഷം നടന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇറക്കുന്നുണ്ട്. അക്കംപ്ലിഷ്മെന്റ്സ്. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതാണ്. മറ്റുള്ളവർ അത് കണ്ട് ഇൻസ്പയർ ആവട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നമുക്ക് നമ്മുടെ ഒരു വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ഒരാളുടെ ലൈഫിൽ ഒരു ചിരി സമ്മാനിക്കാൻ സാധിക്കുമെങ്കിൽ ദാറ്റ്സ് എവറിത്തിങ്. താങ്ക് യു ഫോർ വാച്ചിങ്.